ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ഒരു ചെറിയൊരു മുഖവുരയുടെ ഭാഗം പറഞ്ഞു. ആ മുഖവുര പറഞ്ഞ സമയത്ത് അവസാനം പറഞ്ഞു നിർത്തിയത് അതിലെ പ്രധാനപ്പെട്ട വാക്കുകളാകുന്ന നിറവേറി, സ്വർഗരാജ്യം, രാജാവ് എന്നീ വാക്കുകളാണ്. മശിഹ യഹൂദന്മാരുടെ രാജാവ് എന്ന് തെളിയിച്ച് എഴുതുന്ന സുവിശേഷമായതുകൊണ്ട് രാജാവ് എന്ന പദം കൂടുതലായിട്ട് മശിഹായെ അവിടെ പറഞ്ഞിരിക്കുകയാണ്. അടുത്തത് പഴയ നിയമ ഉദ്ധരണികൾ. അത് പഴയ നിയമ തിരുവെഴുത്തുകൾ യഹൂദന്മാർക്കാണ് ദൈവം കൊടുത്തിരുന്നത്. അതുകൊണ്ട് അവരുടെ തിരുവെഴുത്തിൽ നിന്ന് തന്നെ ഈ മശിഹ രാജാവാണ്, യേശു മശിഹയാണ് എന്ന് തെളിയിച്ച് താൻ പഠിപ്പിക്കുന്നത് കൊണ്ട് ആ പദങ്ങൾ അനേക ഉദ്ധരണികൾ പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിറവേറി പഴയ നിയമത്തിൽ മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം പറഞ്ഞ ആ പ്രവചനങ്ങൾ നിറവേറി എന്നുള്ള കാര്യങ്ങളാണ് ആ പദം അങ്ങനെ വന്നത്. മറ്റൊന്ന് സ്വർഗരാജ്യം എന്ന കാര്യമാണ്. അപ്പോൾ ആ സ്വർഗരാജ്യം എന്ന ആ പദം മറ്റ് സുവിശേഷങ്ങളിൽ നോക്കുമ്പോൾ അത് ദൈവരാജ്യം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടും രണ്ടാണോ ഒന്നാണോ എന്ന് പറയാമെന്ന് പറഞ്ഞാണ് വീഡിയോ അവസാനിപ്പിച്ചത്. സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒന്ന് തന്നെയാണ്, അത് രണ്ടും രണ്ടല്ല. ദൈവരാജ്യം എന്ന് പറയുന്നതും സ്വർഗരാജ്യം എന്ന് പറയുന്നതും എന്തുകൊണ്ടാണ് രണ്ടും രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷത്തിലാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർ എഴുതിയ സുവിശേഷങ്ങളിൽ ദൈവരാജ്യമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യഹൂദന്മാർക്കാണ് ദൈവം വിശുദ്ധ വേദപുസ്തകം കൊടുത്തത്. ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുൻപ് സീനായ് മലയിൽ വെച്ച് 35 ലക്ഷത്തിലധികം ജനങ്ങളെ സാക്ഷി നിർത്തി മോശയുടെ കയ്യിലാണ് പ്രമാണങ്ങൾ ദൈവം കൈമാറിയത്, അല്ലെങ്കിൽ തിരുവെഴുത്ത് ദൈവം കൈമാറിയത്. അതിൻ്റെ ബേസിലാണ് തുടർന്നുള്ള പ്രവചന ഗ്രന്ഥങ്ങളും എല്ലാ ബൈബിളും അതിനകത്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതായത് പഴയ പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. പിന്നീട് അതിനെ ബേസ് ചെയ്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഓക്കെ, അത് ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അവർ ദൈവത്തിന് അത്ര കണ്ട് ബഹുമാനം കൊടുത്തിരുന്ന വ്യക്തികളാണ്. നമ്മളെപ്പോലെ ദൈവത്തെ കയറി അവനെന്നും നീയെന്നും നിൻ്റെ എന്നുമുള്ള പദങ്ങൾ അവർ ഉപയോഗിക്കില്ല. നമ്മൾ അവരുടെ മുൻപിൽ വെച്ച് അവരുടെ ദൈവമായ യഹോവയെ നീയെന്നും അവനെന്നും നിൻ്റെ എന്നും മാത്രമല്ല യഹോവ എന്ന് പോലും പറയാൻ അവർ സമ്മതിക്കത്തില്ല. അവരത് പ്രശ്നമുണ്ടാക്കും. നമ്മുടെ മാനുഷികമാകുന്ന ബന്ധങ്ങളിൽ നമുക്ക് പിതാവുണ്ട്, മാതാവുണ്ട്. നമ്മളെ പിതാവിനെ നമ്മൾ പേര് പറഞ്ഞ് വിളിക്കില്ലല്ലോ. അപ്പം നമ്മൾ സ്വർഗീയ പിതാവിനെ പേര് പറഞ്ഞ് വിളിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സാമാന്യ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്ര കണ്ട് ബഹുമാനം കൊടുക്കേണ്ടുന്ന പദവിയാണ് ദൈവം എന്ന് പറയുന്നത്, ദൈവത്തിന്. അപ്പോൾ ഇവർ സ്വർഗരാജ്യം എന്ന് പറയാൻ കാരണമെന്ത്? ഇവർ ദൈവം എന്ന് പോലും പറയത്തില്ല. ദൈവം എന്ന് അവർ യഹോവയായ ദൈവത്തെ അഭിസംബോധന ചെയ്താൽ ബഹുമാനക്കുറവ് വരുമോ എന്ന് കരുതി ദൈവമെന്നും അവർ പറയത്തില്ല. അവർ സ്വർഗമെന്നേ പറയുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ജില്ലാ കോടതിയോ ഹൈക്കോർട്ടോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടോ ഇവിടെ പോകുമ്പോൾ അവിടെ വിധിക്കാനിരിക്കുന്ന ന്യായാധിപനെ നോക്കി അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ വിളിക്കത്തില്ല. ന്യായാധിപതി എന്നും വിളിക്കത്തില്ല, ജഡ്ജി എന്നൊന്നും നമ്മൾ വിളിക്കത്തില്ല. അവിടെ ഉപയോഗിക്കുന്ന പദമെന്ന് പറയുന്നത് ഈ കോടതി മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നുവെന്നാണ്. കോടതിയിലെ പ്രധാനപ്പെട്ട ആളാരാണ്? ജഡ്ജിയാണ്. ജഡ്ജിയുടെ മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നതെന്ന് ജഡ്ജിയോടാണ് പറയുന്നത്. പക്ഷേ ബഹുമാനം കുറഞ്ഞു പോകുമോ എന്ന് കരുതി, അതത്ര കണ്ട് ബഹുമാനം അർഹിക്കുന്ന ആളായതുകൊണ്ട് ഈ കോടതി മുൻപാകെ ഞാനത് സമർപ്പിക്കുന്നു, കോടതി മുൻപാകെ ഞാനത് പറയുന്നു. ഇത് തന്നെയാണ് ദൈവം എന്ന ആ പദം പറയുമ്പോൾ ബഹുമാനം കുറഞ്ഞു പോകുമെന്നുള്ള ഭയം കൊണ്ട് ബഹുമാനം ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടെന്ന് അർഹിക്കുന്ന ആളായതുകൊണ്ട് ദൈവമെന്ന് പറയാതെ അവർ സ്വർഗം എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് വേണ്ടി യഹൂദനായ വിശുദ്ധ മത്തായി സുവിശേഷം എഴുതുമ്പോൾ ദൈവരാജ്യം എന്ന് പറയാതെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം തന്നെയാണ്. ഇതിൽ നമുക്കൊരു പാഠമുള്ളത്, നമ്മളും ദൈവത്തെ പേര് പറഞ്ഞോ യേശുവേ 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 എന്നൊന്നും പറയാതെ കർത്താവേ എന്ന് പറയുക.
നമ്മുടെ മലയാളം ബൈബിൾ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നതാണ്. വിശുദ്ധ വേദപുസ്തകം എഴുതിയത് ഇംഗ്ലീഷിലല്ല, മലയാളത്തിലല്ല, ഹിന്ദിയിലും അല്ല, തമിഴിലും അല്ല, അത് ലാറ്റിൻ ഭാഷയിലും അല്ല. വിശുദ്ധ വേദപുസ്തകം പഴയ നിയമം ഫുള്ള്, പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളും വെളിപ്പാട് പുസ്തകങ്ങളും വിശുദ്ധ എബ്രായ ലേഖനത്തിലാണ് എഴുതിയത്. എബ്രായ ലേഖനത്തിൽ അത്ര കണ്ട് ദൈവത്തിന് ബഹുമാനം കൊടുത്തേ അവർ എഴുതിയിട്ടുള്ളൂ, അവർ വായിക്കുകയുമുള്ളൂ, പറയുകയുമുള്ളൂ. നമ്മൾ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കിലൂടെ ദൈവത്തിന് ബഹുമാനം കൊടുക്കാത്ത ഗ്രീക്കുകാർ അവരുടെ പശ്ചാത്തലത്തിൽ അതിനെ വൃത്തികെട്ട രീതിയിൽ അവനെന്നും നീയെന്നും നിൻ്റെയെന്നും ഒക്കെ തരം താഴ്ത്തി എഴുതിയത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സാമാന്യമായ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദൈവത്തെ കയറി അവനെന്നും നീയെന്നും നിൻ്റെയെന്നും ആരും പറയരുത്. ദൈവത്തിനത് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോയി എങ്കിൽ ദൈവം അത് ക്ഷമിക്കും. ഇനി അറിഞ്ഞതിന് ശേഷം ആരും അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ തുടർ പഠനമായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.